നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ബസ്സിൽ യാത്ര ചെയ്തവരായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ. KSRTCയിലെ യാത്രകൾ നമുക്ക് സമ്മാനിക്കുന്നത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. എന്നാൽ പല മോശം അനുഭവങ്ങളും നമുക്ക് ബസ് യാത്രയ്ക്കിടെ നേരിടേണ്ടി വരാറുണ്ട്. അത്തരത്തിൽ ഒരു KSRTC ബസ്സിൽ കയറിക്കൂടിയ 2 കമിതാക്കൾ കാണിച്ചുകൂട്ടിയ ലീലാവിലാസങ്ങൾക്ക് ബസ്സിലെ ഒരു യാത്രക്കാരൻ കൊടുത്ത മുട്ടൻ പണിയുടെ കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. സംഭവത്തിന് ദൃക്സാക്ഷിയായ ഒരു യുവാവാണ് ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. യുവാവ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ശേഷം തിരിച്ച് കോഴിക്കോട്ടേക്ക് KSRTCയിൽ വരികയായിരുന്നു. ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല. ഇതിനിടെ പെട്ടെന്നാണ് 2 പുതിയ കഥാപാത്രങ്ങൾ ബസ്സിലേക്ക് കയറി വരുന്നത്. ഒരു പയ്യനും കൂടെ ഒരു പെൺകുട്ടിയുമായിരുന്നു അത്. പെൺകുട്ടിയെ കണ്ടാൽ ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണെന്ന് തോന്നും. 2 പേരും കൂടി മുൻവശത്തുള്ള ഒരു ഒഴിഞ്ഞ സീറ്റിൽ പോയിരുന്നു. പരസ്പരം വാതോരാതെ ഇരുവരും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മളിതൊക്കെ എത്ര കണ്ടതാ എന്ന ഭാവത്തോടെ യുവാവ് അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. അവർ പ്രണയിക്കട്ടെ, സംസാരിക്കട്ടെ, അതിലൊന്നും ആർക്കും ഒരു കുഴപ്പവുമില്ല എന്ന മൂഡിലായിരുന്നു യുവാവ്. എന്നാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സീൻ അങ്ങ് മാറി തുടങ്ങി. ഇരുവരും തമ്മിലുള്ള സംസാരമൊക്കെ കുറഞ്ഞു വന്നു. പക്ഷേ ആക്ഷൻ കൂടി വരികയും ചെയ്തു. ചുറ്റുമുള്ള ആളുകളെയൊക്കെ മറന്ന് കെട്ടിപ്പിടുത്തവും ഉമ്മവയ്ക്കലുമൊക്കെയായി. ചുറ്റും ആളുകൾ ഇരിക്കുന്നുണ്ടെന്ന ഒരു ബോധവും അവർക്കുണ്ടായിരുന്നില്ല. ബാക്കി യാത്രക്കാരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, നെറ്റി ചുളിക്കുന്നു, ചിലർ പിറുപിറുക്കുന്നു. ഇതൊക്കെ വേറെ എവിടെയെങ്കിലും പോയി ചെയ്തൂടെ എന്ന ഭാവം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ആരും നേരിട്ട് ഇത് അവരോട് ചോദിക്കാൻ തയ്യാറല്ല. നമ്മുടെ യുവാവാണെങ്കിൽ ഇതൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുകയുമാണ്. എന്നാൽ ഇതിനിടയിലാണ് പെട്ടെന്നൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. യുവാവിന്റെ തൊട്ടടുത്തായി ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കക്ഷിയും സംഭവം എല്ലാം കാണുന്നുണ്ട്. പെട്ടെന്നാണ് ഇയാൾ തന്റെ ബാഗിൽ നിന്നും ഒരു ഡയറി പുറത്തെടുത്ത് അതിലെ ഒരു പേജിൽ എന്തോ കുറിക്കുന്നത് യുവാവ് കാണുന്നത്. അയാൾ എഴുതിയ വാചകങ്ങൾ വായിച്ചതോടെ യുവാവിനാണെങ്കിൽ ചിരി അടക്കാനും പറ്റുന്നില്ല. അതോടെ യുവാവ് ആ ചേട്ടൻ കാണാതെ അതൊരു ഫോട്ടോ എടുത്തു വെച്ചു. തുടർന്ന് ഡയറിയിലെ പേജ് കീറിയ ശേഷം മടക്കി കയ്യിലെടുത്ത് അയാൾ അവിടെ നിന്നും എണീറ്റ് നേരെ പോയി ആ പെൺകുട്ടിയുടെ കയ്യിൽ വെച്ചു കൊടുത്ത് തിരിച്ചു വന്ന് ഒന്നും അറിയാത്ത പോലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ആ പേപ്പർ കിട്ടിയ പാടെ പെൺകുട്ടിയാണെങ്കിൽ എന്തോ കൗതുകത്തോടെയാണ് തുറന്നു നോക്കുന്നത്. എന്നാൽ അതിലെ വാചകം വായിച്ച പാടെ അവളുടെ മുഖം മാറി. ആദ്യം ഒരു ഞെട്ടലും പിന്നീട് ഒരു ചമ്മിയ ചിരി പാസാക്കുകയും ചെയ്തു. തുടർന്ന് ആ പേപ്പർ പയ്യന് കൈമാറി. അവനും അത് നോക്കി ഒരു നാണം കെട്ട ചിരി ചിരിച്ചു. ആ പേപ്പറിൽ ചേട്ടൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു: ഇതൊരു ബസ്സാണ്, അല്ലാതെ ലോഡ്ജ് മുറിയല്ല എന്ന്. ആ ഒറ്റ ഡയലോഗിലെല്ലാം ഉണ്ടായിരുന്നു. സംഭവം ആരും അറിഞ്ഞതുമില്ല, ഒരു ബഹളവും ഉണ്ടായില്ല. പക്ഷേ കാര്യം നടന്നു. തൊട്ടടുത്ത സ്റ്റോപ്പിൽ തന്നെ 2 പേരും മുഖത്തോട് മുഖം നോക്കി ചമ്മിയ മുഖവുമായി എസ്കേപ്പായി ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇങ്ങനെയായിരുന്നു ആ യുവാവിന്റെ അനുഭവം. സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു. ഒരു കൂട്ടർ പറയുന്നു ആ ചേട്ടൻ ചെയ്തതാണ് ശരിയെന്ന്. പൊതുസ്ഥലത്ത് പെരുമാറേണ്ട സാമാന്യമായ ഒരു രീതിയുണ്ട്, അതുപോലും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല എന്നാണ് പലരും കുറിച്ചത്. എന്നാൽ വേറൊരു കൂട്ടർ പറയുന്നത് ഇതൊരു സദാചാര പോലീസിംഗ് അല്ലേ എന്നാണ്. അവർ ആരെയും ഉപദ്രവിച്ചില്ലല്ലോ, അവരുടെ സ്വകാര്യതയിലേക്ക് കയറി ഇടപെടണമായിരുന്നു എന്നാണ് പലരും കമന്റായി ചോദിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ ആ ചേട്ടൻ ചെയ്തത് ശരിയാണോ അതോ തെറ്റാണോ എന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.